നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കരിമ്പിൽ നിന്ന് ലോകത്തെ കീഴടക്കിയ മധുരം, പഞ്ചസാരയുടെ അത്ഭുതകരമായ ചരിത്രം. നമ്മൾ ദിവസവും ചായയിലും കാപ്പിയിലും മധുരപലഹാരങ്ങളിലും ഉപയോഗിക്കുന്ന ഈ പഞ്ചസാരയ്ക്ക് ആയിരക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രമുണ്ട്. ഇത് സാധാരണയായി തോന്നുന്ന ഈ വെളുത്ത പൊടി ഒരു കാലത്ത് സ്വർണ്ണത്തേക്കാൾ വിലപിടിപ്പുള്ളൊരു വസ്തുവായിരുന്നുവെന്ന് നമുക്കറിയാമായിരുന്നോ? പഞ്ചസാരയുടെ കഥ ആരംഭിക്കുന്നത് പുരാതന ഇന്ത്യയിൽ നിന്ന് തന്നെയാണ്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ കരിമ്പ് കൃഷി ചെയ്തിരുന്നു. ഇന്ന് കേരളത്തിലും എല്ലായിടത്തും ഉണ്ടല്ലോ കരിമ്പ് കൃഷി. കരിമ്പിൽ നിന്ന് മധുരമുള്ള നീരെടുത്ത് അത് കട്ടിയാക്കി ഉപയോഗിക്കുന്ന രീതി ഇന്ത്യൻ ജനത കണ്ടെത്തി. പിന്നീട് വ്യാപാരികളും യാത്രക്കാരും ഈ അറിവ് മറ്റ് രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോയി. കരിമ്പ് കൃഷിയും പഞ്ചസാര നിർമ്മാണവും ക്രമേണ ഏഷ്യയിലുടനീളം വ്യാപിച്ചു. മധ്യകാലഘട്ടത്തിൽ പഞ്ചസാര യൂറോപ്പിലെത്തി. അന്ന് അത് വളരെ അപൂർവമായിരുന്നു. സമ്പന്നർക്കും രാജകുടുംബാംഗങ്ങൾക്കും മാത്രമേ പഞ്ചസാര വാങ്ങാൻ കഴിയുമായിരുന്നുള്ളൂ. തുടർന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കരിമ്പ് തോട്ടങ്ങൾ വ്യാപിച്ചു. വലിയ തോതിൽ ഉൽപ്പാദനം ആരംഭിച്ചതോടെ പഞ്ചസാര കൂടുതൽ ജനങ്ങളിലേക്ക് എത്തി. അങ്ങനെ ഈ പഞ്ചസാര ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഭക്ഷ്യവസ്തുക്കളിൽ ഒന്നാണ്. മിഠായികൾ, കേക്കുകൾ, ബിസ്ക്കറ്റുകൾ, ശീതളപാനീയങ്ങൾ തുടങ്ങിയ അനേകം ഭക്ഷണങ്ങളിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ പഞ്ചസാരയുടെ നിർമ്മാണം എളുപ്പവും വേഗത്തിലുമായി ഫാക്ടറികളിൽ സ്ഥാപിക്കപ്പെടുകയും ഉൽപ്പാദനം വർദ്ധിച്ച് വില കുറഞ്ഞു വരികയും ചെയ്തു. എന്നാൽ അമിതമായ പഞ്ചസാരയുടെ ഉപയോഗം ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. അതിനാൽ മിതമായ അളവിൽ മാത്രമേ നമ്മൾ പഞ്ചസാര ഉപയോഗിക്കാവുള്ളൂ. ഒരു കാലത്ത് രാജാക്കന്മാരുടെ മേശയിലെ അപൂർവ വസ്തുവായിരുന്ന പഞ്ചസാര ഇന്ന് ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ആളുകളുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറിയിരിക്കുകയാണ്. ഈ ഒരു ചെറിയ പഞ്ചസാര കഷ്ണത്തിന് പിന്നിൽ ഇത്ര വലിയ ചരിത്രമുണ്ട് എന്ന് നമുക്കറിയാമായിരുന്നു. ഇത്തരത്തിലുള്ള കൂടുതൽ അറിവുകൾക്കായി നമ്മുടെ ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യൂ. ഈ പഞ്ചസാര വേഗത്തിൽ ഊർജ്ജം നമുക്ക് നൽകുന്നുണ്ട്. അതുപോലെ രക്തത്തിലെ പഞ്ചസാര കുറയുമ്പോൾ സഹായിക്കുന്നു. പെട്ടെന്ന് ക്ഷീണം തോന്നുമ്പോൾ നമുക്ക് ചെറിയ അളവിൽ ഈ പഞ്ചസാര സഹായകരമാകും. അതുപോലെ ഭക്ഷണത്തിന് രുചി കൂട്ടുന്നു. ചായയും കാപ്പിയും ഒക്കെ നല്ല മധുരമുള്ളതാക്കി മാറ്റുന്നത് നമ്മുടെ പഞ്ചസാരയാണല്ലോ. അതുപോലെ തന്നെ അമിതമായ ദോഷങ്ങളുമുണ്ട്. ഗുണമുള്ള എല്ലാ കാര്യങ്ങൾക്കും ദോഷവുമുണ്ടല്ലോ. അമിതവണ്ണത്തിനും കാരണമാകും പഞ്ചസാര ധാരാളമായി കഴിക്കുന്നത്. പല്ല് നശിക്കാൻ നമുക്ക് ഈ മധുരപലഹാരങ്ങളൊക്കെ കൂടുതലായി കഴിക്കുന്നുണ്ട്. നമ്മുടെ ദന്തക്ഷയത്തിനും കാരണമാകും. പ്രമേഹത്തിൻ്റെ സാധ്യത വർദ്ധിപ്പിക്കാം. ദീർഘകാലമായി അമിതമായി ഉപയോഗിക്കുന്നത് കൊണ്ട് അപകട സാധ്യത കൂടും. അപ്പോൾ എല്ലാം കുറേശ്ശെ ഉപയോഗിക്കുക. അധിക പഞ്ചസാരയുടെ ഉപയോഗം ഹൃദയ സംബന്ധമായ ചില അപകട സാധ്യതകളും വർദ്ധിപ്പിക്കും. ഊർജ്ജം നൽകുമെങ്കിലും വിറ്റാമിനുകളും ധാതുക്കളും വളരെ കുറവാണ്. പഞ്ചസാര പൂർണ്ണമായി ഒഴിവാക്കേണ്ടതില്ല. എന്നാൽ മിതമായ അളവിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ആരോഗ്യത്തിന് നല്ലത്. അമിതമായ മധുരപാനീയങ്ങളും മധുരപലഹാരങ്ങളും ഒഴിവാക്കാൻ നമ്മൾ ശ്രമിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഒരു പ്രധാന ഘടകമാണ് പഞ്ചസാര. രാവിലെ നമ്മൾ കുടിക്കുന്ന ചായ മുതൽ മധുരപലഹാരങ്ങൾ വരെ പഞ്ചസാര ഇല്ലാത്ത ജീവിതം പലർക്കും സങ്കല്പിക്കാൻ പോലും നമ്മൾക്കാർക്കും കഴിയില്ല. അത് ശരീരത്തിന് ദോഷകരമാണോ അല്ലയോ? കരിമ്പ് അല്ലെങ്കിൽ ഷുഗർ ബീറ്റ് എന്നിവയിൽ നിന്ന് നിർമ്മിക്കുന്ന ഒരു മധുര പദാർത്ഥമാണ് പഞ്ചസാര. ശരീരത്തിന് ഊർജ്ജം നൽകുന്നു. കാർബോഹൈഡ്രേറ്റുകളുടെ ഒരു രൂപമാണിത്. ഒന്നാമതായി പഞ്ചസാര ശരീരത്തിന് വേഗത്തിൽ ഊർജ്ജം നൽകുന്നു. ക്ഷീണം അനുഭവപ്പെടുമ്പോൾ ഒരു മധുരപാനീയം കുടിച്ചാൽ ഉടനെ ഉന്മേഷം നമുക്ക് ലഭിക്കുന്നു. ഇതൊക്കെയാണ് ഇതിൻ്റെ ഗുണങ്ങൾ എന്ന് പറയുന്നത്. എന്നാൽ രണ്ടാമതായി ചില സാഹചര്യത്തിൽ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കുറയുമ്പോൾ പഞ്ചസാര സഹായകം